ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജു പിള്ള, സന്ദീപ് പ്രദീപ് എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി നിധി സഹദേവ് ഒരുക്കിയ ചിത്രമായിരുന്നു ഫാലിമി. മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. ഫാമിലിക്ക് ശേഷം ജീവൻ നായകനാക്കി തമിഴിൽ ഒരുക്കിയ തലവർ തമ്പി തലമേൽ എന്ന ചിത്രവും വലിയ പ്രേക്ഷക നിരൂപ പ്രശംസകൾ നേടുകയും ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. തലവർ തമ്പി തലമേൽക്ക് എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി നിധി സഹദേവ് ഒരുക്കിയ പുതിയ ചിത്രത്തിന്റെ റിപ്പോർട്ടുകളും സംവിധായകൻ മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററിന്റെ കഥ ചിത്രത്തിന്റെ പ്രമേയമാകുമെന്നാണ് പറയപ്പെടുന്നത്. കഥ പറഞ്ഞപ്പോൾ മമ്മൂട്ടിക്ക് ഇഷ്ടമായെന്നും ആക്ഷൻ എന്റർടൈൻമെന്റ് ജോണറിലാണ് ചിത്രം ഒരുക്കിയതെന്നും നിധി സഹദേവ് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കളങ്കാവലിനും രാജമാണിക്യത്തിനും ശേഷം തിരുവനന്തപുരം സ്ലാങ്ങിൽ മമ്മൂട്ടി എത്തുന്ന ചിത്രമായിരിക്കും ഇത്. ഇപ്പോഴത്തെ മമ്മൂട്ടിയുമൊത്തുള്ള പുതിയ ചിത്രത്തിൽ ഹാഷറും ഭാഗമാകുമെന്ന സൂചന പുറത്തു വന്നിരിക്കുകയാണ്. നിധി സഹദേവ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഹാഷിർ തൻ്റെ അക്കൗണ്ടിൽ പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് നിധി സഹദേവ് തൻ്റെ സ്റ്റോറിയിൽ റീഷെയർ ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ബന്ധപ്പെട്ട ചർച്ചയായിരിക്കാം ഇതെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. വാഴ 2ൻ്റെ വമ്പൻ വിജയത്തിന് പിന്നാലെ ഹാഷിറും അലിനും വിനായകനും അജിത്തും ഇനി ഏതൊക്കെ ചിത്രങ്ങളുടെ ഭാഗമാകുമെന്ന സാധ്യതയാണ് ചർച്ചകളിൽ സജീവമായി നിൽക്കുന്നതെന്ന സമയത്താണ് നിധി സഹദേവ് പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ചർച്ചയാകുന്നത്. എന്തായാലും പുതിയ ചിത്രത്തിൻ്റെ അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്.